الحمد لله الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور أحمده حمدا يليق بكريم وجهه وعظيم سلطانه عالم الغيب السماوات والأرض إنه عليم بذات الصدور وأشهد أن لا إله إلا الله وحده لا شريك له هو الحق وأنه يحيي الموتى وأنه على كل شيء قدير وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور وأشهد أن محمدا عبده ورسوله وصفيه وخليله وخيرته من خلقه ليخرج الذين آمنوا وعملوا الصالحات من الظلمات إلى النور صلى الله عليه وعلى آله وأصحابه ومن سار على نهجه وسلم تسليما كثيرا إلى يوم البعث والنشور أما بعد فيا عباد الله اتقوا الله تعالى حق التقوى فإن تقوى الله وصيته سبحانه لعباده فهو القائل في كتابه ولقد وصينا الذين أوتوا الكتاب من قبلكم وإياكم أن اتقوا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة هم الفائزون فاتقوا الله عباد الله ഏറ്റവും സ്നേഹധരണീയരായ സത്യവിശ്വാസിനികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിച്ച് ചക്കവ് കൈകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മഹാനായ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മഹാനായ സ്വഹാബി വര്യൻ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ബൈനമാ നഹ്നു മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയായ ഒരു സന്ദർഭം. ഇദ് ബസ്റ ബിജമാഅത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൂട്ടം ആളുകളെ അങ്ങകലെ കാണുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, അലാ മജ്തമഅ അലൈഹി ഹൗലാ, എന്താണ് അവിടെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത്? ഖീല, അപ്പോൾ പറയപ്പെട്ടു, ആരോ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അലാ ഖബറിൻ യഹ്ഫിറൂനഹു, അവിടെ ഒരു ഖബർ കിടക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആരോ പറഞ്ഞു. അല്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങനെ ഒരു മറുപടി വന്നു. ഫഫസിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് കേട്ട മാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഭയപ്പാട്, ഒരു ഭയം, അല്ലെങ്കിൽ ഒരു ആ രൂപത്തിലുള്ള ഒരു ഭക്തി ഉണ്ടാവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ഖബറിനെ കുറിച്ച് കേട്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിന് പെട്ടെന്നൊരു ഭയം അനുഭവപ്പെട്ടു. ഫബദറ ബൈന യദൈ അസ്ഹാബിഹി മുസ്രിയാൻ, തൻ്റെ സ്വഹാബത്തിൻ്റെ ഇടയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധൃതി പിടിച്ച് ആ ആളുകൾ കൂടിയ സ്ഥലത്തേക്ക് പോയി. ഫബദറ ബൈന യദൈഹി ഹത്തൻജഹ ഇലൽ ഖബർ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൻ്റെ അടുക്കലെത്തി. ഫജസ്ത അലൈഹി, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മുട്ടുകുത്തി നിന്നു. ഖാലൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫസ്തഖ്ബൽതു മിൻ ബൈനി യദൈഹി, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോയി ലിഅൻദുറ മാ യസ്നാ, അല്ലാഹുവിൻ്റെ റസൂൽ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടി. ഫബകാ ഹത്താ ബല്ലത് തറാ മിൻ ദുമൂഇഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കരഞ്ഞ്
കരഞ്ഞ് കരഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുട്ടുകുത്തി നിൽക്കുന്ന അവിടെയുള്ള മണ്ണ് വരെ നനയുമാറ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു. തുമ്മ അഖ്ബല അലൈന, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളിലേക്ക് നോക്കി ഞങ്ങളിലേക്ക് മുന്നിട്ടുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു, ഐ ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങളെ, ലിമിത്ലിൽ യൗമി ഫഅഇദു, ഈ ഒരു ദിവസത്തിന് വേണ്ടി, ഇതുപോലെയുള്ള ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു എന്ന് മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അതെ, അത് വല്ലാത്ത ഒരു ദിവസമാണ്. അതേ, നമ്മുടെ മരണത്തിൻ്റെ ദിവസം എന്നത് അത് വല്ലാത്ത ഒരു ദിവസമാണ് അല്ലേ? വിവരണങ്ങൾക്കപ്പുറം ഒന്നിരിക്കൽ അത് സന്തോഷത്തിൻ്റെ ദിവസമായിരിക്കും. നമ്മുടെ മരണത്തിൻ്റെ ദിവസം ഒന്നിരിക്കൽ നമ്മുടെ ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കണ്ട ഏറ്റവും വലിയ പ്രയാസത്തിൻ്റെ ദിവസമായിരിക്കും അത്. സഹോദരങ്ങളെ, ഒരു കവിയുടെ സംസാരത്തിൽ നമുക്ക് കാണാൻ കഴിയും, വലദത്ക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറ ഫഖ്ഫിദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ യൗമി മൗതിക ലാഹികം മസ്റൂറ. അല്ലയോ മോനെ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ ആളുകളൊക്കെ നീ കരയുകയായിരുന്നു. ആ സമയത്ത് ആളുകളൊക്കെ നീ കരയുകയായിരുന്നു. ആ സമയത്ത് ആളുകളൊക്കെ എൻ്റെ പെങ്ങൾ പ്രസവിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ പ്രസവിച്ചു, അല്ലെങ്കിൽ എൻ്റെ ഉമ്മ പ്രസവിച്ചു എന്ന രൂപത്തിൽ ആളുകളൊക്കെ ചിരിക്കുമ്പോൾ നീ കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് വന്നതെങ്കിൽ, നീ ഈ ദുനിയാവിലേക്ക് വന്നതെങ്കിൽ, വഖ്ഫിദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ, നീ മരണപ്പെട്ടു പോകുന്ന സന്ദർഭത്തിൽ നിന്റെ കുടുംബക്കാർ, നിന്റെ അഹ്ലുകാർ നിന്നെ ഓർത്ത് കരയുമ്പോൾ നീ ശ്രദ്ധിച്ചോ എന്നതിന്. ഫഖ്ഫിദ് നഫ്സിക അൻ തകൂന ഇദാ ബകൗ ലാഹികം മസ്റൂറ, നീ ചിരിച്ച് സന്തോഷത്തോടെ ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ടു പോകാൻ നീ പരിശ്രമിച്ചോ എന്ന് ഒരു കവി പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ മരണത്തെ മറന്ന ഒരു ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മരണമെന്നത് ഒന്നിരിക്കൽ നമ്മുടെ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ത്തിലേക്കുമുള്ള ഒരു കവാടം തുറക്കപ്പെടുകയായിരിക്കും ഒന്നിരിക്കൽ നമ്മുടെ മുന്നിൽ. അല്ലെങ്കിൽ എന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസങ്ങളിലേക്ക് നമ്മൾ തള്ളപ്പെടുകയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഉളിഅത്തിൽ ജനാസതു ഫഹ്തമലഹ الرجال അലാ അഅനാഖിഹിം ഫഇൻ കാനത് സാലിഹതൻ ഖാലത് ഖദ്ദിമൂനി. അതെ, ഒരു ജനാസ എടുത്തു വെക്കപ്പെട്ടാൽ, അതേ, ആളുകളുടെ ചുമലിലേക്ക് എടുത്തു വെക്കപ്പെട്ടാൽ, ഖബറിൽ കൊണ്ടുപോയി മറമാടാൻ വേണ്ടി എടുത്തു വെക്കപ്പെട്ടാൽ, ആ മയ്യത്തൊരു സാലിഹാണെങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പറയുമെന്നാണ്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോകൂ. വഇൻ കാനത് ഗൈറ സാലിഹതൻ, ആ മയ്യത്തൊരു സാലിഹല്ലെങ്കിൽ ആ മയ്യത്ത് വിളിച്ചു പറയുമെന്നാണ്, യാ വൈലഹ ഇലാ ഐന തദ്ഹബൂന ബിഹാ, എൻ്റെ നാശമേ, അല്ലെങ്കിൽ അതിൻ്റെ നാശമേ, എങ്ങോട്ടാണ് അതിനെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അട്ടഹസിക്കുമെന്നാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, യസ്മഉ സൗതഹ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസാൻ, മനുഷ്യരല്ലാത്ത മറ്റു എല്ലാ ജീവജാലങ്ങളും ഭൂമിയിലുള്ളവർ ആ മനുഷ്യൻ്റെ അട്ടഹാസങ്ങൾ കേൾക്കുമെന്നാണ്. വലൗ സമിഅഹ, മനുഷ്യനെങ്ങാനും ആ മരിച്ചു പോകുന്ന മനുഷ്യൻ്റെ അട്ടഹാസം കേട്ടിരുന്നുവെങ്കിൽ ലസ്വഅക, അവൻ ബോധരഹിതനായി നിലംപൊത്തുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അത്രക്കും ഭയാനകരമായ ഒരു ദിവസമാണ് നമ്മുടെ മരണത്തിൻ്റെ ദിവസം എന്നത്. അതേ സഹോദരങ്ങളെ, പിന്നെ എങ്ങനെയുള്ള ദിവസമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിൻ്റെ ചില ഓർമ്മപ്പെടുത്തലുകൾ വിശുദ്ധ ഖുർആനിൽ നമ്മളോട് പറയുന്നുണ്ട്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗതി വൽ മലായികതു ബാസിതു ഐദീഹിം അഖ്രിജു അൻഫുസകുമുൽ യൗമ തുജ്സൗന അദാബൽ ഹൂനി ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വകുൻതും മിൻ ആയാതിഹി തസ്തക്ബിറൂൻ. സൂറത്തു അൻആമിലെ 93-ാമത്തെ വചനമാണ്. അല്ലാഹു പറയാണ്, വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗതി, മരണത്തിൻ്റെ സന്ദർഭത്തിൽ അക്രമികളായ ആ ജനതയെ, ആ മനുഷ്യരെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ പ്രവാചകരെ, വൽ മലായികതു ബാസിതു ഐദീഹിം, മലക്കുകൾ ഇങ്ങനെ ആഞ്ഞ് അവരെ പ്രഹരിച്ചുകൊണ്ടിരിക്കുമെന്നാണ്, അവരെ അടിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. എന്നിട്ട് മലക്കുകൾ പറയുമെന്നാണ്, അഖ്രിജു അൻഫുസകുമുൽ യൗം, അതെ, നിങ്ങൾ പുറത്തു കൊണ്ടുവരിക, നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ നഫ്സുകളെ നിങ്ങൾ പുറത്തു കൊണ്ടുവരൂ. ഇന്ന് നിങ്ങൾ ചെയ്തതിന് കൃത്യമായി നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അൻതഖൂല നഫ്സുൻ യാ ഹസ്റത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹി
വഇൻ കുൻതു ലമിനസ് സാഖിരീൻ. പിന്നെ എങ്ങനെയുള്ള ദിവസമാണ്? സൂറത്ത് സുമറിലെ 56-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, അൻതഖൂല നഫ്സുൻ, ഓരോ ശരീരങ്ങളും ഓരോ നഫ്സും പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്ന രൂപത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, യാ ഹസ്രത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ. അതേ സഹോദരങ്ങളെ, നമ്മുടെ മരണത്തിൻ്റെ ദിവസം നമ്മളായിക്കൂടാ യാ ഹസ്രത അലാ മാ ഫറത്തു ഫീ ജംബില്ലാ, എൻ്റെ റബ്ബിൻ്റെ ഭാഗത്തേക്ക് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഞാൻ വീഴ്ച വരുത്തിയല്ലോ എന്ന് പറഞ്ഞ് അതേ സങ്കടങ്ങൾ, പ്രയാസങ്ങൾ വിളിച്ചു പറയുന്ന ദിവസങ്ങൾ. ഇതുവരെ വൈൻ കുഞ്ചുലമിന സാഹിരീൻ, ചില ആളുകൾ പറഞ്ഞു പോകുമെന്നാണ്, ഞാൻ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. എന്ത് പരലോകം, എന്ത് കബറ ജീവിതം, എന്ത് സ്വർഗം, എന്ത് നരകം, അവിടെ ഹൂറികളുണ്ടത്രേ അല്ലേ, പാലിനാലുള്ള പുഴയോ തേനിനാലുള്ള പുഴയോ, അങ്ങനെയൊക്കെ പരിഹസിക്കുന്നവരില്ലേ സഹോദരങ്ങളെ. അവരിൽ പെട്ടുപോകാതിരിക്കാൻ, അവരുടെ സംസാരങ്ങളിൽ നമ്മളുടെ ചിന്തകൾ ഉടക്കാതിരിക്കാൻ, ഇന്ന് ദീനുകൊണ്ട് തമാശ കളിക്കുന്ന, സോഷ്യൽ മീഡിയകളിൽ അല്ലേ കളിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ, അത് കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശ്രദ്ധിച്ചു കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, വഇൻ തഅജബ ഫഅജബുൻ ഖൗലുഹും അഇദാ കുന്നാ തുറാബൻ അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്. അല്ലാഹ് പറയാണ്, ഏറ്റവും വലിയ അത്ഭുതം, നിനക്ക് അത്ഭുതം തോന്നുന്നുവെങ്കിൽ പ്രവാചകരെ, ഏറ്റവും വലിയ അത്ഭുതം അവരുടെ സംസാരമാണ്. എന്താണ് അവരുടെ സംസാരം? അഇദാ കുന്നാ തുറാബൻ അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ്. അല്ലാഹ് പറയാണ്, താങ്കൾക്ക് അത്ഭുതം തോന്നുന്നുവെങ്കിൽ അല്ലാഹുവിൻ്റെ റസൂൽ, ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? അവരുടെ സംസാരമാണ്. നമ്മൾ മരിച്ചതിന് ശേഷം, നമ്മൾ നുരുമ്പിപ്പോയതിന് ശേഷം നമുക്ക് പിന്നെ ഒരു പുനർജന്മമോ എന്നത്, ആ സംസാരമാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് നമ്മുടെ റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, സ്വർഗത്തിൽ എത്തിയ ഒരു മനുഷ്യൻ്റെ സംസാരം നമുക്ക് കാണാൻ കഴിയും. ദുർമാർഗത്തിൽ പെട്ടുപോകാൻ ഏറെ സാധ്യതയുണ്ടായിട്ടും അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് സത്യത്തിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിലെത്തിയ ഒരു മനുഷ്യൻ്റെ സംസാരം. ഞാൻ പറയുന്നത്, സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ, അവിടെ നമ്മൾ പലതും കാണുമ്പോൾ, നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ചാഞ്ചല്യമുണ്ടാവരുത് എന്നതിനാണ് ഒരാൾ പറയുന്നത്. സ്വർഗത്തിലെത്തിയ ഒരു മനുഷ്യൻ്റെ സംസാരം അല്ലാഹ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ വിശ്വാസം ദൃഢമാവണമെന്നർത്ഥം. ഈ പരലോക വിശ്വാസം അഥവാ മരണത്തിന് ശേഷമുള്ള എത്ര ഹദീസുകളാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ, വിശുദ്ധ ഖുർആനിൽ എത്ര വാചകങ്ങളാണ് അങ്ങനെ. അഥവാ വിശ്വാസം ദൃഢമാകണമെന്നർത്ഥം. അതേ ഷർറിൽ പെട്ടുപോകാൻ സാധ്യതയുള്ള ഈ രൂപത്തിലുള്ള സംശയങ്ങളിലൊക്കെ ചെന്ന് അല്ലാഹുവിനെ നിഷേധിക്കുന്നവനാവാൻ സാധ്യതയുള്ള ഒരു മനുഷ്യൻ്റെ സംസാരം അല്ലാഹ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖാല ഖായിലും മിൻഹും ഇന്നി കാനലി കരീൻ. ഒരാൾ പറയാണ്, അവൻ സ്വർഗവാസിയാണ്, സ്വർഗത്തിലെത്തിയതിന് ശേഷമുള്ള അവൻ്റെ സംസാരമാണ്, എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, അവൻ എന്നോട് ചോദിക്കുമായിരുന്നു, യഖൂലു അഇന്നക ലമിനൽ മുസദ്ദിഖീൻ, നീ വിശ്വസിക്കുന്നു ഇതെല്ലാം? അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമദീനൂൻ, നമ്മൾ മരിച്ച് നമ്മളെ എല്ലുകളെല്ലാം ദ്രവിച്ച് നമ്മുടെ ശരീരമെല്ലാം നുരുമ്പിപ്പോയതിനു ശേഷം പിന്നെ ഒരു തിരിച്ചു വരവോ? എന്നിട്ട് ആ സ്വർഗാവകാശി തൻ്റെ കൂടെയുള്ള സ്വർഗാവകാശികളായ സഹോദരങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ്. ഖാല അഹൽ അൻതും മുത്തലിഊൻ, നിങ്ങൾ നോക്കൂ, അതാ അവനവിടെ. അങ്ങനെ എന്നെ എൻ്റെ വിശ്വാസത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി പരിശ്രമിച്ച മനുഷ്യൻ അതാ നിൽക്കുന്നു ആ നരകത്തിൽ. എന്നിട്ട് അവൻ പറയുമെന്നാണ്, ആ വിശ്വാസി പറയും, നീ പറഞ്ഞത് കേട്ട് നിന്റെ കൂടെ ഞാൻ വന്നിരുന്നുവെങ്കിൽ, അതേ നീ എന്നെ കൂടെ നിന്റെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം എനിക്കുണ്ടായില്ലായിരുന്നെങ്കിൽ നിന്റെ പോലെ ഈ ശിക്ഷ അനുഭവിക്കുന്നവനായി ഞാനും മാറുമായിരുന്നു. എന്നിട്ട് അവൻ്റെ സന്തോഷം, ആ വിശ്വാസിയുടെ സന്തോഷം അവൻ പ്രകടിപ്പിക്കുകയാണ്. ഇനി നമുക്കൊരു മരണമില്ലല്ലോ, നമ്മുടെ മരണം കഴിഞ്ഞു, ഇനി നമ്മൾ ശിക്ഷിക്കപ്പെടുകയില്ല. അതാണ് ഏറ്റവും വലിയ വിജയം. ആ വിശ്വാസി സ്വർഗാവകാശിയായ മനുഷ്യൻ പറയുന്നുണ്ട് സ്വർഗത്തിൽ വെച്ചുകൊണ്ട്, ഇതുപോലെയുള്ള സന്ദർഭങ്ങൾക്ക് വേണ്ടിയാണ്, ഇതുപോലെയുള്ള പ്രതിഫലങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടവർ പ്രവർത്തിക്കേണ്ടത് എന്ന് ആ വിശ്വാസി പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നാം നമ്മുടെ റബ്ബിൻ്റെ മുന്നിൽ നന്ദിയുള്ളവരാവുക. നമുക്ക് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ആദർശം.
നമുക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന പരിശുദ്ധമായ ഈ വിശ്വാസവും ഈ ആദർശവും നമ്മുടെ നെഞ്ചിലേറ്റി ഈ പള്ളികളിൽ വന്നിരുന്ന് നമ്മുടെ വിശ്വാസം അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നൊക്കെ മാറി ഈ രൂപത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിഞ്ഞതിന് നാം നമ്മുടെ റബ്ബിനെ സ്തുതിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഖബറിൻ്റെ ഭയാനകതയെക്കുറിച്ചാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നമുക്കറിയാം ഖബർ കണ്ടാൽ കരയുമായിരുന്നു എന്നാണ്. അവിടെ നിന്ന് ചോദിക്കപ്പെട്ടു, എന്തുകൊണ്ടാണ് ഖബർ കാണുമ്പോൾ മാത്രം, ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഖബർ കാണുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ വിലപിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലിരുന്ന് ദീന് പഠിക്കുമ്പോൾ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ കേൾക്കാറുണ്ട്, അതുപോലെ പല അദാബുകളെക്കുറിച്ച് കേൾക്കാറുണ്ട്. അപ്പോഴൊന്നുമില്ലാത്ത കരച്ചിൽ എന്താണ് ഉസ്മാൻ താങ്കൾക്കെന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ സ്വഹാബിമാർ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഖബർ എന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള ആദ്യത്തെ വീടാണ്. ഫമൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു. ഖബറിൽ രക്ഷപ്പെട്ടാൽ പിന്നെ അതിനുശേഷം ുള്ളതെല്ലാം എളുപ്പമാണ്. അവിടെ ആരെങ്കിലും പരാജയപ്പെട്ടാൽ, അവിടെ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെയുള്ളതെല്ലാം പ്രയാസകരമാണ്, അശദ്ധാണ്, അപകടകരമാണ് എന്ന് അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഏതുവരെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ റഅയ്തു മൻളറൻ ഖത്തു അള്ളാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ഖബറിനേക്കാൾ ഭയാനകരമായ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സ്വർഗം കണ്ടിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ നരകം കണ്ടിട്ടുണ്ട്, ഒരുപാട് അദാബുകളൊക്കെ കണ്ടവനാണ് നമ്മുടെ പ്രവാചകൻ. ആ പ്രവാചകൻ പറഞ്ഞു, സഹോദരങ്ങളെ, എന്ത് ഖബറിനേക്കാൾ ഭയാനകരമായ മറ്റൊരു കാഴ്ച ഞാൻ കണ്ടിട്ടില്ലെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുമ്പോൾ സഹോദരങ്ങളെ, എന്തായിരിക്കും ഖബർ? ആ ഖബറിലൂടെ, ആ ഖബർ ജീവിതത്തിലൂടെ അല്ലേ സഹോദരങ്ങളെ നമുക്ക് പരലോകത്തേക്ക് എത്താനുള്ളത്. ഒരു കവിയുടെ സംസാരത്തിൽ നമുക്ക് കാണാൻ കഴിയും, ലൈസൽ ഗരീബു ഗരീബശ്ശാമി വൽ യമനി ഇന്നൽ ഗരീബ ഗരീബുൽ ലഹ്ദി വൽ കഫനി. അതേ, ഗരീബ് എന്ന് പറഞ്ഞാൽ അഥവാ വിദേശി, അപരിചിതൻ എന്ന് പറഞ്ഞാൽ ഷാമിലേക്കും യമനിലേക്കും ഒന്നും യാത്ര പോയവനല്ല. നമ്മൾ സൗദിയിലേക്ക് പോയെങ്കിൽ, ദുബായിലേക്ക് പോയെങ്കിൽ, ഖത്തറിലേക്ക് പോയെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിദേശിയാണ്, അപരിചിതനാണ്. ഈ കവി പറയാൻ യഥാർത്ഥത്തിൽ അതൊന്നുമല്ല അപരിചിതത്വം. ഇന്നൽ ഗരീബ ഗരീബുൽ ലഹ്ദി വൽ കഫനി. അപരിചിതത്വം എന്ന് പറഞ്ഞാൽ അത് കഫംപുടയാണ്. കഫംപുട ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപരിചിതത്വമുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ അപരിചിതത്വം. ഗരീബുൽ ലഹ്ദ്, ഖബർ എന്ന് പറയുന്ന ആ ഖബറിലേക്ക് നമ്മളെ ഇറക്കി വെക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അപരിചിതത്വം, അതാണ് അപരിചിതത്വം. വഅൽബസൂനി സിയാബൻ ലാ കിമാമ ലഹാ വസാറ സാദി ഹനൂതി ഹീന ഹന്നതനി. അതേ, എനിക്കതാ അവർ ആ ഒരു മനുഷ്യൻ്റെ ആത്മഗതമാണ്, മരണപ്പെട്ടു പോകുന്ന മനുഷ്യൻ്റെ ഒരു ആത്മഗതമായിക്കൊണ്ട് ആ കവി പറയാണ്, ഇതാ എനിക്കൊരു ഡ്രസ്സ് ഇവർ ധരിപ്പിച്ചിരിക്കുന്നു, ആ ഡ്രസ്സിന് കൈകളില്ല, എനിക്ക് ഇവർ തന്നിരിക്കുന്നത് ഏതാനും ചില സുഗന്ധങ്ങളാണ് എനിക്ക് കൊണ്ടുപോകാൻ എന്ന് പറയാണ്. ഫീദുൽമത്തിൽ കബരില ഉമ്മുൻ ഹുനാക വലാ അബുൻ ഷഫീഖുൻ വലാ അഖുൻ യുഅന്നിസുനി. എങ്ങനത്തെ ഖബറാണത്? ഖബർ ഇരുട്ടിൻ്റെ ലോകമാണത്. അവിടെ എനിക്ക് ഉമ്മയില്ല, അവിടെ എനിക്ക് ഉപ്പയില്ല, എന്നെ ആശ്വസിപ്പിക്കാൻ എനിക്കൊരു കൂട്ടാളിയില്ല. മിമ്മുങ്കരിം വനകീരിം മാ അഖൂലു ലഹും ഖദ് ഹാലനി അംറുഹും ജിദ്ദൻ ഫഅഫ്സഅനി. ആ മുങ്കറും നക്കീറും വന്ന് എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് ഉത്തരം പറയുക? എനിക്ക് ഭയമാകുന്നല്ലോ. وأقعدوني وجدوا في سؤالهم ما لي سواك إلهي من يخلصني. അവരെന്നെ എഴുന്നേറ്റിരുത്തുകയും എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. എൻ്റെ റബ്ബല്ലാതെ ഇതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല എന്ന ഒരു മനുഷ്യൻ്റെ ആത്മകഥം ആ കവി നമ്മുടെ മുന്നിൽ വരച്ച് കാണിക്കുകയാണ് സഹോദരങ്ങളെ. അതേ, നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, 2 ദിവസം യൗമാനി വലൈലതാനി, 2 രാത്രിയും 2 പകലും. മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറയാണ്, ലം തസ്മഉൽ ഖലായികു മിസ്ലഹുന്ന ഖത്തു. അതുപോലെയുള്ള 2 പകലും 2 രാത്രികളും ഒരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ കാണില്ല. അതിലൊന്ന് ലൈലതൻ തബീത മാ അഹ്ലിൽ ഖുബൂർ, ഖബറാളികളോടുകൂടെ നാം പാർക്കാൻ പോകുന്ന ആദ്യത്തെ രാത്രി. ലം തബിത് ലൈലതൻ ഖബ്ലഹാ,
അതുപോലെ ഒരു രാത്രി നമ്മുടെ ജീവിതത്തിൽ മുമ്പുണ്ടായിട്ടുണ്ടാവില്ല. വലൈലതൻ സബീഹതുൽ യൗമൽ ഖിയാമ, മറ്റൊരു രാത്രി അത് ഖിയാമത്ത് നാളിൻ്റെ മറ്റൊരു ദിവസം അഥവാ പകൽ, അത് ഖിയാമത്ത് നാളാകുന്ന ഒരു പകൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന അന്ത്യദിനം. അതുപോലെ ഒമ്മൽ യൗമാനി ഫയൗമുൻ യഅതീകൽ ബശീറു മിനല്ലാഹ്, മറ്റു രണ്ട് ദിവസങ്ങൾ അതിലൊരു ദിവസം നിനക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്ന ദിവസമാണ് നീ സ്വർഗത്തിലേക്കെന്ന്, അല്ലെങ്കിൽ നീ നരകത്തിലേക്കെന്ന് നിനക്ക് അറിയിപ്പ് ലഭിക്കുന്ന ഒരു ദിവസം നിന്റെ ജീവിതത്തിലേക്ക് വരാനുണ്ട്. പിന്നെ മറ്റൊന്ന് വയൗമ തുഅതാ കിതാബക ഇമ്മാ ബിയമീനിക വ ഇമ്മാ ബിശിമാലിക. ചില സന്ദർഭങ്ങളെക്കുറിച്ച് ഹസൻ ബസ്രി പറയാണ്, അതേ നിന്റെ കൈകളിൽ വേദഗ്രന്ഥം, നിന്റെ ഗ്രന്ഥം നിന്റെ കൈകളിൽ നൽകപ്പെടുന്ന ആ സന്ദർഭം, അത് വലത് കൈയിൽ നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ നിനക്കുണ്ടാവുന്ന ഒരു സന്തോഷവും സന്ദർഭവും അതല്ല ഇടത് കൈയിലാണ് നൽകുന്നതെങ്കിൽ അപ്പോൾ നിനക്കുണ്ടാകുന്ന ഒരു പ്രയാസവും എന്ന രൂപത്തിൽ മഹാനായ ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഖബറിന് ഒരുപാട് അദാബുകളുണ്ട്. ഖബറിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ അദാബുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഇന്നലിൽ ഖബരി ലഗ്സതൻ വലൗ കാന അഹദൻ നാജിയൻ മിൻഹാ നജാ മിൻഹു സഅദ് ഇബ്നു മുആദ്. അല്ലാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞതാണ്, ഖബറിന് ഒരു ലമ്മത്തിന് നമ്മളെ കൂട്ടിപ്പിടിക്കുമെന്നാണ് ഖബർ. അല്ലാഹുവിൻ്റെ റസൂൽ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, ആരെങ്കിലും ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുമായിരുന്നു എന്നാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ സഹോദരങ്ങളെ? ആരാണ് സഅദ് ഇബ്നു മുആദ്? അതേ അൻസാരികളിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ കാരണം കൊണ്ട് അദ്ദേഹം യുദ്ധത്തിൽ ഷഹീദായി. ആ മരണത്തിൻ്റെ കാരണം കൊണ്ട് അള്ളാഹുവിൻ്റെ അർശ് കിടുങ്ങി എന്നാണ്. ആ സുഹാബിയാണ് 70,000 മലക്കുകളുടെ സാന്നിധ്യത്തോടുകൂടെ ജനാസ കൊണ്ടുപോകപ്പെട്ട ജനാസയിൽ സംബന്ധിച്ച ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ എന്നെ ഖബർ ഇടുക്കി എന്ന് പറയുമ്പോൾ സഹോദരൻ, ഖബറിന് ഒരു അദാബുണ്ട്. അള്ളാഹു നമ്മൾ അതുകൊണ്ടാണ് എല്ലാ നമസ്കാരത്തിന് ശേഷം അല്ലാഹുമ്മ അഊദു ബിക മിൻ അദാബി ജഹന്നം വ മിൻ അദാബിൽ ഖബർ എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. ഞങ്ങളുടെ റബ്ബാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും അങ്ങനെ ഇസ്തിഖാമത്തോടുകൂടെ പ്രഖ്യാപിക്കുക മാത്രമല്ല അതിനനുസൃതമായി നിലകൊള്ളുകയും ചെയ്ത ആളുകൾ, അവരുടെ അടുക്കൽ അവരുടെ മരണത്തിൻ്റെ സന്ദർഭത്തിൽ മലക്കുകൾ കടന്നു വരും. എന്നിട്ട് അവർ പറയും, അല്ലാ തഖാഫൂ, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ മുഷിപ്പാകേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതി കുൻതും തുഅദൂൻ, നിങ്ങളോട് അള്ളാഹു കരാർ ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ആ ഒരു ദിവസത്തിന് വേണ്ടി, ആ ഒരു സന്ദർഭത്തിന് വേണ്ടി സഹോദരങ്ങളെ കർമ്മങ്ങൾ ചെയ്യുക. ആ രൂപത്തിലുള്ള മരണത്തെക്കുറിച്ചും ഖബറിനെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വിശ്വസിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ആ ഒരു ഓർമ്മയിൽ ജീവിക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനിഹി والشكر له على توفيقه وامتنانه وأشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله ونفسي ثانيا بتقوى الله سبحانه وتعالى. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂചിപ്പിച്ചത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന, നാം സാക്ഷികളാവാൻ പോകുന്ന ചില സന്ദർഭങ്ങളെക്കുറിച്ചാണ്. അഥവാ മരണം, ബർസഖ്, ഖബർ ജീവിതം, യൗമുൽ ബഅത്ത് അഥവാ പുനരുത്ഥാനം, നമ്മൾ ഖബറുകളിൽ നിന്ന് പരലോകത്തേക്കുള്ള നമ്മുടെ വരവ്, അതുപോലെ തന്നെ സിറാത്ത് പാലം, സ്വർഗം, നരകം, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അതിലെല്ലാം അടിയുറച്ച് വിശ്വസിക്കുന്നത് കൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ വിശ്വാസികളായത്. അല്ലേ? സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, ആരാണ് മുത്തഖീങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലാഹ് പറയുന്നുണ്ട്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ ഒരു വിശ്വാസം നമുക്കില്ലെങ്കിൽ നമുക്ക് മുഅ്മിനാവാൻ കഴിയില്ല, നമ്മൾ വിശ്വാസികളാവില്ല. അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പള്ളിയിൽ വന്നിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന വളരെ ഭയാനകരമായ ചില സന്ദർഭങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണാനന്തര ജീവിതത്തിന് വേണ്ടി വിഭവങ്ങൾ തയ്യാറാക്കുക. തസവ്വദ് മിനത് തഖ്വ, മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹിയുടെ കവിതയിൽ നമുക്ക് കാണാൻ കഴിയും, തസവ്വദ് മിനത്
التقوى فإنك لا تدري إذا جن ليلا هل تعيش إلى الفجر. തഖ്വ എന്ന് പറയുന്ന ഭക്ഷണത്തെ നീ ശേഖരിച്ചോ, നിനക്കറിയില്ലല്ലോ നിനക്ക് രാത്രിയായാൽ നിനക്ക് നേരം വെളുക്കുമെന്നെന്താ ഉറപ്പ്? ഫകം മിൻ ഫതാ അംസാ വഅസ്ബാഹ ളാഹികൻ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. എത്ര യുവാക്കളാണ് അവർക്ക് നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു, ചിരിച്ചു കളിച്ച് അട്ടഹസിച്ച് ഉല്ലസിച്ച് അങ്ങനെ ജീവിക്കുകയാണ്. അവനെ പൊതിയാനുള്ള കഫം ഇവിടെ നെയ്യപ്പെട്ടിരിക്കുന്നു. വകം മിൻ സിഗാ يرتجى طول عمرهم وقد خلت أجسادهم ظلمة القبر. എത്ര ചെറിയ ആളുകളാണ്, കുട്ടികളാണ്, യുവാക്കളാണ് മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മരണത്തിൻ്റെ സമയമുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ നമുക്കറിയില്ലേ? അതേസമയം എത്ര ആളുകളാണ് മരണക്കിടക്കയിൽ രോഗികളാണ് മരിക്കാതെ കിടക്കുന്നത്. വകം മിൻ സകീമിൻ ആശ ഹിനം മിനദ്ദഹരി വകം മിൻ അറൂസിൻ زينوها لزوجها وقد قبضت أرواحهم ليلة القدر. എത്ര യുവതികളെയാണ് അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി മണിയറയിലേക്ക് കൊണ്ടുപോയത്. അവരവിടെ എത്തുന്നതിന് മുമ്പ് അവരോ അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരോ മരണപ്പെട്ട കഥകൾ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇതാണ് ജീവിതം. ഈ ജീവിതത്തിൽ നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് കൊണ്ടുപോകാനുള്ളത് നമ്മുടെ കർമ്മങ്ങളാണ്. അതെ, നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ സമ്പത്ത് വരും, നമ്മുടെ മക്കൾ വരും, നമ്മുടെ അഹ്ല് വരും, നമ്മുടെ അമല് വരും. അതിൽ 2 എണ്ണം തിരിച്ചു പോകും. നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മുടെ അമലുകളാണെന്ന കൃത്യമായ ബോധം, ഈ രൂപത്തിലുള്ള ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടവരാണെന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതാണ് ഞാൻ എഴുതി വെച്ച ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുറ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വൽ തൻദുറ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളത്തെ ജീവിതത്തിന് വേണ്ടി എന്തൊന്നാണ് തയ്യാറാക്കി വച്ചിരിക്കുന്നതെന്ന് ഓരോ ശരീരവും പരിശോധിച്ചു കൊള്ളട്ടെ. അല്ലയാണ് പറയുന്നത്, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ റബ്ബ് ഏറ്റവും അറിയുന്നവനാണ്. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. നിങ്ങൾ ആയി പോകരുതേ, നിങ്ങൾ അല്ലാഹുവിനെ മറന്നവരായി പോകരുതേ. എങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മറക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ തന്നെ ഏറ്റവും വലിയ അധർമ്മകാരികൾ. ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. അല്ലാഹ് പറയുന്നു, നരകത്തിന്റെ അഹ്ലുകാരും സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരും സമമാവുകയില്ല. അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ. സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാർ അവർ തന്നെയാണ് ഏറ്റവും വലിയ വിജയികൾ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നുള്ള രോഗികൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും മരണാനന്തര സന്ദർഭത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാവൽ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم دمر أعداء الدين. اللهم انصر إخواننا المسلمين المستضعفين في كل مكان يا رب العالمين. ربنا ظلمنا أنفسنا فإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.